എടാ, ഇവിടെ മുഴുവനും ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടല്ലോ. അവർക്കന്ന് താമസിക്കാനായി ലഭിച്ച ഹോസ്റ്റലിൽ ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. ആ ബേസ്മെന്റ് തുറന്ന് അവർ ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടത് ഒരുപാട് പേരെ ഒരുമിച്ച് അടക്കം ചെയ്ത രീതിയിലുള്ള ഒരുപാട് കല്ലറകളായിരുന്നു. ഇതൊരു കോളേജിലെ ഹോസ്റ്റലിലെ കഥയാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് അവർക്ക് ഹോസ്റ്റലായി ലഭിച്ച ഒരു പഴയ വീട്ടിൽ ഈ യുവാക്കൾക്കുണ്ടായ ഈ അനുഭവം കേട്ടതിന് ശേഷം എനിക്കിത് ഭീകരമായി തന്നെ തോന്നി. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ കഥ പറയാം. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഈ സുഹൃത്തിന് ഒറ്റപ്പാലത്ത് ഗവൺമെന്റ് കോളേജിൽ BEd പഠിക്കാനായി അവസരം ലഭിക്കുന്നത്. കോളേജിന്റെ വക ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. പെൺകുട്ടികൾക്ക് മാത്രമേ അവിടെ ഹോസ്റ്റൽ സൗകര്യം നിലവിലുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ആൺകുട്ടികൾക്ക് മാത്രമേ ഗവൺമെന്റ് BEdലേക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള ഒരു ഗവൺമെന്റ് കോളേജിലെ ചില ആൺകുട്ടികളും അതുപോലെ ഇവിടെ BEdന് പഠിക്കുന്ന ചില ആൺകുട്ടികളുമായിരുന്നു അവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ കാലാകാലങ്ങളായി അവിടുത്തെ സ്റ്റുഡൻസ് താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടം തന്നെയായിരുന്നു അത്. അങ്ങനെ ഈ ഫസ്റ്റ് ഇയർ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടെത്തിയ ഈ ജൂനിയേഴ്സിന്റെ അടുത്ത് സീനിയേഴ്സ് ചില കഥകൾ പറഞ്ഞു കൊടുത്തു. ചില പേടിപ്പെടുത്തുന്ന അമാനുഷികമായ ചില പ്രേതകഥകൾ. ഇത് എല്ലാ ഹോസ്റ്റലിലും ഉള്ളത് തന്നെയാണ്. എപ്പോഴെങ്കിലും ജൂനിയേഴ്സ് വരുന്ന സമയത്ത് സീനിയേഴ്സിന്റെ വക ചില റാഗിംഗ് പരിപാടികൾ. അതിൽ പ്രധാനമായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രേതബാധ ഉണ്ട് എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ പേടിപ്പിക്കുകയും ചെയ്യുക എന്നത്. എന്നാൽ അവർ ഒരിക്കലും ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല. സത്യത്തിൽ ആ ഒരു പഴയ വീട്ടിൽ പ്രേതാത്മാവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു സത്യം. എന്നാൽ ഈ പുതുതായി ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥികളും അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവരത് മുഖവരയ്ക്ക് എടുത്തത് പോലുമില്ല. അങ്ങനെ അന്നത്തെ വർഷം BEd കഴിഞ്ഞ് അവരുടെ സീനിയേഴ്സ് എല്ലാവരും അവിടെ നിന്ന് പോവുകയായി. അടുത്ത വർഷം അവർ 4 പേര് മാത്രമേ ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. കൂടെ തൊട്ടടുത്ത കോളേജിലെ ചില ആൺ സുഹൃത്തുക്കളും അവിടെ വന്ന് അവരെല്ലാവരും ഒരുമിച്ച് കമ്പനി കൂടുന്ന ചില പതിവുണ്ടായിരുന്നു. എന്നാൽ തുടക്കമൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അതൊരു പഴയ തറവാട് വീടായിരുന്നു. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്. അവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അത് വാടകയ്ക്ക് ലഭിച്ചത് എന്നതായിരുന്നു അവിടെ അവർ വർഷങ്ങളായി താമസിക്കാനുള്ള കാരണം. അതിൻ്റെ ഓണർ ഒരു പ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ വാടക പിരിക്കാൻ വന്നാൽ വന്നു. തൊട്ടടുത്ത തൊടിയിൽ ഒരുപാട് തെങ്ങും കായ്ഫലങ്ങൾ തരുന്ന മരങ്ങളുമുണ്ട്. എങ്കിൽ പോലും അത് എടുക്കാൻ പോലും ആ ഹൗസ് ഓണർ അങ്ങോട്ട് വരാറേ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അത്ര നന്നായിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആർക്കും തന്നെ ആ ഒരു പറമ്പിലെ ഒരു സ്വത്തും വേണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില സംസാരങ്ങൾ വരെ ഞങ്ങൾക്കിടയിൽ അവർ പറയാറുണ്ടായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്നാൽ രാത്രി ആ ഒരു തറവാട്ടിൽ കറണ്ടില്ല. ആ സമയത്ത് ഞങ്ങൾ ആദ്യമൊക്കെ മെഴുകുതിരി കത്തിച്ചാണ് പഠിച്ചിരുന്നത്. അതും കൂടെ അവർ എന്നോട് പറഞ്ഞു. പിന്നെയാണ് സുഹൃത്തുക്കളിൽ ഒരാൾ തൻ്റെ വീട്ടിൽ പോയി വന്ന സമയത്ത് അവനൊരു റാന്തൽ വിളക്ക് കൊണ്ടുവന്നത്. ആ റാന്തൽ വിളക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് അത്യാവശ്യം വെളിച്ചം അവിടെ കിട്ടിക്കൊണ്ടിരുന്നു. അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വിളക്ക് തന്നെയായിരുന്നു ഈ ഒരു റാന്തൽ. അങ്ങനെ ഈ ഒരു റാന്തൽ വിളക്കിന്റെ സഹായത്തോടു കൂടിയായിരുന്നു അവർ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടിയിരുന്നത്. ക്ലാസ് തീർന്നതിന് ശേഷം അവർ നേരെ എത്തിയിരുന്നത് ഈ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഓരോ ദിവസം കടന്നു പോകും തോറും അവർക്ക് ചുറ്റും അമാനുഷികമായ പലതും നടക്കാൻ തുടങ്ങി, അവര് പോലും അറിയാതെ. അതിൽ പ്രധാനമായിരുന്നു അർദ്ധരാത്രി ഒരു പ്രായമുള്ള ഒരു വ്യക്തി അവിടെയുള്ള ഒരു ഇളകി ദ്രവിച്ച കോണിപ്പടിയിൽ ഇരിക്കുന്ന കാഴ്ച. ഇതവർ പലരും കണ്ടിരുന്നു. എന്നാൽ ഈ ഒരു രൂപത്തിന് അല്പം പ്രായമുണ്ട്. ഒരു ആണിന്റെ രൂപമുള്ള ഏകദേശം രാത്രി 12 മണി കഴിഞ്ഞാൽ മുകളിൽ നിന്നും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടിട്ടാണ് അവർ എല്ലാവരും ഉണർന്ന് ഈ കാഴ്ച കണ്ടിട്ടുള്ളത്. ഇളകി ദ്രവിച്ച കോണിപ്പടികളിലൂടെ ആരിറങ്ങിയാലും അവിടം ശബ്ദം കേൾക്കുമായിരുന്നു. ഏകദേശം 12 മണി കഴിഞ്ഞാൽ എന്നും ആ ഒരു ശബ്ദം അവർ കേൾക്കുമായിരുന്നു. ഈ ശബ്ദം പതിവായതോടുകൂടി അവരിൽ പലരും ഇത് കാത്തിരിക്കാൻ തുടങ്ങി. എന്താണ് ആ ഒരു ശബ്ദത്തിന് പിന്നിൽ? അങ്ങനെ ഒരു ദിവസം സുഹൃത്തുക്കൾ എല്ലാവരും ആ റാന്തൽ വിളക്കൊക്കെ അണച്ചതിന് ശേഷം ഈ ഒരു ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാൻ അവരെല്ലാവരും കാത്തിരുന്നു.
ആ സമയത്തായിരുന്നു അവരുടെ ആ ഒരു വീടിന് മുകളിൽ നിന്നും ഒരു കോണിയുണ്ട് താഴേക്ക്. ഒരു മരത്തിൻ്റെ കോണിയായിരുന്നു അത്. ഏകദേശം വളരെ പഴക്കം ചെന്ന കോണി ആയതുകൊണ്ട് തന്നെ ഇവരിൽ ആർക്കും തന്നെ ആ കോണി മുഴുവനായി കയറാൻ സാധ്യമല്ല. കാരണം വളരെയധികം അഴുകി ദ്രവിച്ച കോണി ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ അത് തകർന്നു വീഴുമായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ ആ ഒരു കോണി ഉപയോഗിച്ച് മുകളിലേക്ക് കയറാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രാത്രി ആ കോണിപ്പടിയിൽ ആരോ ഇറങ്ങി വരുന്നത് അവർ ശ്രദ്ധിച്ചത്. ഒരു പടുവൃദ്ധൻ, മുടിയെല്ലാം ഒരുപാട് നരച്ചതുപോലെ. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം മനുഷ്യരെ പോലെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പൈശാചിക ഭാവമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പകരം അവിടെ കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഇരുണ്ട കുഴി മാത്രം. ഈ ഒരു കാഴ്ച കണ്ടതോടെ അവർക്കെല്ലാവർക്കും പേടി തോന്നി. ആരും ആ സമയം നിലവിളിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാലും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം പേടിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാഴ്ച കണ്ടയുടനെ അവിടെ നിന്നും അവൻ ഓടി മറഞ്ഞു. എന്നാൽ അല്പസമയത്തിന് ശേഷം സുഹൃത്തുക്കൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം അവർ കോളേജിൽ എത്തിയതിനു ശേഷം ഈ ഒരു കാര്യം മറ്റു സുഹൃത്തുക്കളോടുകൂടി പറഞ്ഞു. ആ സമയത്ത് ആ ഒരു സുഹൃത്തുക്കൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ആ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരു ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ ശവശരീരങ്ങൾ ആർക്കും ലഭിച്ചിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും ആത്മാവാവും അവിടെ വിലസുന്നുണ്ടാവുക എന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു. ഇതുകൂടി കേട്ട ഉടനെ അവർക്ക് ഭയം ഇരട്ടിച്ചു വന്നു. ആ ഒരു വീടിന് പ്രത്യേകതയുണ്ട്. ആ വീടിന് 2 കോണിപ്പടികളുണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒന്ന് അകത്തു നിന്ന് മുകളിലേക്ക് കയറാനും. എന്നാൽ മുകളിൽ ഒരു ബാൽക്കണി പോലെ ഒരു സ്ഥലമുണ്ട്. എല്ലാവരും വൈകുന്നേരങ്ങളിൽ ആ ഒരു കോണിയിലൂടെ, അതായത് ആ പുറത്തെ കോണിപ്പടിയിലൂടെ മുകളിലേക്ക് കയറി ആ ബാൽക്കണിയിൽ ഇരിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഈ ഒരു സംഭവങ്ങൾ അവിടെ നിരന്തരമായി നടക്കാൻ തുടങ്ങിയതോടെ അവർക്ക് സത്യത്തിൽ ഭയം ഏറിക്കൊണ്ടേയിരുന്നു. പിന്നീട് ആ ഒരു വീട്ടിൽ കഴിയാൻ തന്നെ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും പഠിത്തം പൂർത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാതെ അവർ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ ആത്മാവിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു അക്രമവും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടടുത്ത കോളേജിലെ ചില ആൺസുഹൃത്തുക്കൾ ഒരു ദിവസം കമ്പനി കൂടാനായി അങ്ങോട്ടേക്ക് എത്തിയത്. അതായത് ഒരു ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ച അവധിയായത് കാരണം ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടാമെന്ന് പറഞ്ഞായിരുന്നു അവർ അങ്ങോട്ട് വന്നിരുന്നത്. അന്ന് 2 പേരായിരുന്നു അവരുടെ കൂടെ അങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 4 പേരുടെ കൂടെ അവർ 2 പേരും ആകുന്ന സമയത്ത് അവിടെ 6 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും അന്ന് ചെറിയ രീതിയിൽ വെള്ളമടിക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നമുക്ക് മുകളിലിരുന്ന് കഴിക്കാം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും പുറമേയുള്ള കോണിപ്പടികളിലൂടെ മുകളിലേക്ക് കയറി. ഏകദേശം ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ആ ഒരു ഇരുട്ട് വീണു തുടങ്ങിയാൽ ആ ഒരു പരിസരം മൊത്തം ഒരു വല്ലാത്ത തരം വിചിത്രമായ അന്തരീക്ഷമായി തോന്നുമായിരുന്നു. കാരണം ആ ഒരു വീട് നിൽക്കുന്നത് ആ ഒരു പറമ്പിൻ്റെ ഒത്ത നടുക്കാണ്. ഏകദേശം 50 ഏക്കറിനുള്ളിൽ ഒരു വീടായിരുന്നു അത്. ഈ 50 ഏക്കറിൽ ഒരു കുളവും അതുപോലെ ഒരുപാട് തെങ്ങുകളും മറ്റ് കായ് വൃക്ഷങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വീട് 50 ഏക്കറിന്റെ ഒത്ത നടുക്കാണെന്ന് പറയുമ്പോൾ റോഡിൽ നിന്നും ഏകദേശം ആ ഒരു വീട്ടിലേക്ക് പോകാൻ എങ്ങനെയായാലും ഒരു 200 മീറ്ററെങ്കിലും നടക്കണമായിരുന്നു. അല്ലെങ്കിൽ 200 മീറ്റർ ചുറ്റി വളഞ്ഞായിരുന്നു അങ്ങോട്ട് എത്തേണ്ടിയിരുന്നത് എന്ന് പറയുന്നതാണ് ഉചിതം. അങ്ങനെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് അന്ന് അവർ ചെറുതായി കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്, കഴിക്കാനായി വല്ല ഭക്ഷണവും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു, നീ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വാ എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ കയ്യിൽ പണം കൊടുത്ത് അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. അങ്ങനെ അവൻ ആ ഒരു വഴിയും കടന്ന് അടുത്ത റോഡിലുള്ള ഒരു കടയിൽ നിന്നും ചില സാധനങ്ങൾ വാങ്ങി അങ്ങോട്ടേക്ക് വരികയായി. ഈ ഒരു സുഹൃത്ത് ആ ഹോസ്റ്റലിൽ തന്നെ താമസമുള്ള വിദ്യാർത്ഥിയായിരുന്നു. പുറമെ നിന്ന് വന്ന ആ 2 വിദ്യാർത്ഥികൾക്കും അവർക്ക് ഇവിടെ ഈ ഒരു പ്രേതബാധ ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു. അത് മനഃപൂർവ്വം അവർ പറയാത്തത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരോട് പറയുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്ന് മുന്നേ തന്നെ ഈ 4 സുഹൃത്തുക്കളും തീരുമാനിച്ചു വെച്ച്, എന്ത് സംഭവിച്ചാലും ഈ ഒരു കാര്യം പുറമേക്ക് പറയരുതെന്ന്. അങ്ങനെ സുഹൃത്തുക്കളിൽ ഒരാൾ ഈ ഒരു സാധനങ്ങൾ വാങ്ങി ആ പറമ്പിലൂടെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് അവൻ ഒരു ഭീകര കാഴ്ച കണ്ടത്.
ഒരു ഭീകര സത്തം, അങ്ങനെ തന്നെ പറയാം. കാരണം അതിന് 4 കാലുകളുണ്ടായി. അതിൻ്റെ മുഖം മനുഷ്യരെ പോലെയായിരുന്നില്ല, ഒരു പിശാചിനെ പോലെ. അതിൻ്റെ നാവ് പുറമേക്ക് നീണ്ട് നിവർന്ന രീതിയിലായിരുന്നു. അതിൻ്റെ കാലുകളിൽ 4 വിരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ 1 വിരലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തികച്ചും മനുഷ്യരെ പോലെ ആയിരുന്നില്ല ആ രൂപം. ആ ഒരു രൂപം മുകളിലെ മേൽക്കൂരയിൽ നിന്നും അത് താഴേക്ക് ഇറങ്ങി ഇഴഞ്ഞു വരുന്ന പോലെ അവന് തോന്നി തുടങ്ങി. ഏകദേശം അവരിരിക്കുന്ന ബാൽക്കണിക്ക് നേരെ വരുന്നത് പോലെയാണ് അതിന് തോന്നിയത്. അത് ആ ഒരു സത്വം പതിയെ പതിയെ ആ മേൽക്കൂരയിൽ നിന്നിറങ്ങി ചുമരിലേക്ക് അള്ളിപ്പിടിച്ച് അവരെ ഓരോരുത്തരെയായി നോക്കി നോക്കി അവരെ ഭക്ഷിക്കാനെന്ന വണ്ണം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ ഒരു കാഴ്ചയായിരുന്നു തൻ്റെ സുഹൃത്ത് അവിടെ നിന്നും ദൂരെ നിന്നും കണ്ടിരുന്നത്. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കവറെല്ലാം അവൻ വലിച്ചെറിഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. ആർത്ത് വിളിച്ചായിരുന്നു അവൻ ഓടിയിരുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങൂ എന്ന് പറഞ്ഞായിരുന്നു അവൻ ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ മദ്യലഹരിയിലായ സുഹൃത്തുക്കൾ അത്തരത്തിൽ അതൊന്നും കാര്യമാക്കിയിരുന്നേയില്ല. ആ സമയത്താണ് ആ ഒരു രൂപം ഈ ഓടി വരുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കാണുന്നത്. ഉടനെ തന്നെ ആ ഒരു രൂപം അവിടെ നിന്നും ഒരു മരച്ചില്ലയിലേക്ക് ചാടി ഇവന്റെ മുന്നിലേക്ക് എത്തിയ സമയത്ത് ആ രൂപം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ നാവ് കൊണ്ട് ഈ ഒരു സുഹൃത്തിൻ്റെ കഴുത്ത് മുറുക്കി അവനെ അവിടെ ബോധരഹിതനാക്കി വീഴ്ത്തി. എന്നാൽ അവൻ മരണപ്പെട്ടിരുന്നില്ല, അവനവിടെ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ആ ഒരു രൂപം ഭിത്തിയിലൂടെ അള്ളിപ്പിടിച്ച് അവരുടെ ആ ഒരു ബാൽക്കണിയിലേക്ക് എത്തി. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ അവരെല്ലാവരും അവിടെ നിന്നും ഓടാൻ തീരുമാനിച്ചു. എന്നാൽ പലരും ആ ഒരു കോണിപ്പടികളിലൂടെയല്ല താഴേക്ക് ഇറങ്ങിയത്. പലരും ആ ഒരു ബാൽക്കണിയിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുകയായി. എനിക്ക് ഈ കഥ പറഞ്ഞു തന്ന സുഹൃത്ത് അന്ന് അവിടെ നിന്നും ചാടിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞതായും അവൻ എന്നോട് പറഞ്ഞു. എന്നാൽ അവിടെ നിന്നും അവർ ഓടി ആ ഒരു പടിപ്പുര കടക്കും വരെ ആ ഒരു പിശാചും കൂടെ അവരുടെ പുറകെ ഉണ്ടായിരുന്നു. വീണ് കിടക്കുന്ന തൻ്റെ സുഹൃത്തിനെയും താങ്ങി പിടിച്ച് അവർ ആ ഒരു പടിപ്പുര കടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു രൂപം ആ പടിപ്പുരയ്ക്ക് ഇങ്ങോട്ടേക്ക് കടക്കുന്നുണ്ടായിരുന്നില്ല. ആ പടിപ്പുരയ്ക്കുള്ളിൽ തന്നെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവരെല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവിടുത്തെ ഹൗസ് ഓണറോട് പറയാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഹൗസ് ഓണർ മരണപ്പെട്ടിട്ട് ഏകദേശം 5-6 ദിവസം ആയിരുന്നു. എന്നാൽ ആ സമയത്താണ് അവരുടെ ഒരു സീനിയർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സമയത്ത് സീനിയർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പകൽ സമയത്ത് ഒരിക്കൽ ആ ഒരു തറവാട്ടിലേക്ക് പോവുക, എന്നിട്ട് അടുക്കളയ്ക്കടുത്തുള്ള ആ ഒരു ചെറിയ മുറിയിലൂടെ 2-3 തവണ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഒരു പ്രത്യേക തരം ശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതൊന്ന് തുറന്ന് താഴേക്കിറങ്ങിയാൽ നിങ്ങൾക്ക് ഏകദേശം അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം അങ്ങോട്ടേക്ക് പോവാൻ കൂടെ പറഞ്ഞു. എന്നാൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അങ്ങോട്ടേക്ക് അവർക്ക് പോവാൻ പേടിയായിരുന്നു. എന്നാലും അവരുടെ ചില സാധനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടും അത് അവർക്ക് എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും അവരെല്ലാവരും അന്ന് പകൽ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ 4 പേരും അങ്ങോട്ട് പോകുന്ന സമയത്ത് അവര് അന്നത്തെ രാത്രി കണ്ട ആ ഒരു കാഴ്ചയെ വീണ്ടും വീണ്ടും ഓർക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ഒരു വീടിനകത്തേക്ക് കയറി അവരുടെ സീനിയർ പറഞ്ഞതുപോലെ അവരുടെ ആ അടുക്കളയ്ക്കടുത്തുള്ള ആ ഒരു ചെറിയ മുറിയിലൂടെ അവർ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്തോ ഒരു സിമന്റ് കട്ടയിലൊക്കെ ചവിട്ടുന്ന പോലെയുള്ള ഒരു ശബ്ദം, താഴേക്ക് എന്തോ ഒന്ന് ഉള്ളതുപോലെ ഒരു ശബ്ദം അവർക്ക് തോന്നി. എന്നാൽ അവരത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് 2 സിമന്റ് കട്ടകൾ ഒരു കുഴിക്ക് മുകളിൽ വെച്ചതുപോലെയാണെന്ന്. അങ്ങനെ അവരുടെ ബലം ഉപയോഗിച്ച് ആ ഒരു 2 സിമന്റ് കട്ടകളും അടർത്തി മാറ്റി അവർ താഴേക്ക് നോക്കി. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. അവരുടെ കയ്യിലെ ഒരു ടോർച്ച് ഉപയോഗിച്ച് താഴേക്ക് അടിക്കുന്ന സമയത്താണ് താഴെ കുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു കോണിപ്പടി കണ്ടത്. അവർ 4 പേരും ഓരോരുത്തരായി ആ കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ചുറ്റും അവർ ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴായിരുന്നു അവിടെ കുറെ കല്ലറകൾ കണ്ടത്. ഒരുപാട് പേരെ ഒരുമിച്ച് അടക്കം ചെയ്തതുപോലെയുള്ള ഒരുപാട് മൺകല്ലറകൾ. എടാ, ഇവിടെ മുഴുവനും ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കണ്ട ഉടനെ തന്നെ അവരുടെ ശ്വാസം നിലച്ചു. ഇത്രയും കാലം ഇങ്ങനെയൊരു സ്ഥലത്തായിരുന്നോ അവർ ജീവിച്ചിരുന്നത് എന്ന് അവർ സ്വയം ചിന്തിച്ചു. കൂടുതൽ സമയം അവിടെ നിൽക്കാൻ അവർ ഒരുങ്ങിയില്ല. അവിടെ നിന്നും അവർ പുറത്തേക്ക് ഇറങ്ങി
ഓടാൻ ശ്രമിച്ചു. അവരുടെ ഒരു വസ്തുക്കൾ പോലും ആ ഒരു തറവാട്ടിൽ നിന്നും അവർ എടുത്തില്ല. അവർ അടുത്ത ദിവസം തന്നെ അവരവരുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടുകാരോടായി ഈ ഒരു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം കോളേജിലെത്തി അധികൃതരോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് ഉടനെ തന്നെ ഒരു ഹോസ്റ്റൽ നിർമ്മിച്ചു നൽകി. ഇന്ന് ആ ഒരു ഗവൺമെന്റ് കോളേജിലെ ഈ ഹോസ്റ്റൽ ഒരു പുതിയ കെട്ടിടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു. എന്നാൽ ഇവരുടെ ഈ BEd കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് എൻ്റെ ഈ സുഹൃത്ത് അഖിലേഷ് എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞത്. എത്ര വിചിത്രമായ കഥ അല്ലേ? ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ പാഴടഞ്ഞ ഹോസ്റ്റൽ, അതുപോലെ പാഴടഞ്ഞ ഹോസ്പിറ്റലുകൾ, ഇവിടെയൊക്കെ ആത്മാക്കൾക്ക് നമ്മളോടായി ഒരുപാട് കഥകൾ പറയാനുണ്ട്. എനിക്ക് ഇനിയും മരിച്ചുപോയവരുടെ ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.